അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതമാകുന്ന നമ്മുടെ യാത്രയിൽ നമുക്ക് പലവരോട് ഇഷ്ടം തോന്നും, പലവരോടും വെറുപ്പ് തോന്നും. ചില ആളുകൾ നമ്മെ വല്ലാതെ മാനസികമായി പ്രയാസപ്പെടുത്തും. കുടുംബങ്ങളിലാവട്ടെ, കൂട്ടുകാരിലാവട്ടെ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്ര മാനസിക സമ്മർദ്ദം തരികയും നമ്മളെ വല്ലാതെ ചതിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ടാവും. അവർക്ക് പുറത്തു കൊടുക്കാൻ പോലും നമുക്ക് കഴിയില്ല. ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം മാനസികമായി തകർത്തിയിട്ടുണ്ടാകും. ഉസ്താദെ, എനിക്ക് പുറത്തു കൊടുക്കാൻ കഴിയില്ല, അത്രയും വലിയ വിഷമാണ് എനിക്ക് അവൻ സൃഷ്ടിച്ചത്. പുറത്തു കൊടുക്കാൻ കഴിയില്ല, എനിക്കവനെ കാണാൻ കഴിയില്ല, ഞാൻ മരിച്ചാൽ പോലും അവൻ എൻ്റെ അടുത്തേക്ക് വരരുത്, എനിക്കവനോട് പുറത്തു കൊടുക്കാൻ, എനിക്കവനോട് സഹകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പറയണതൊക്കെ ശരി തന്നെയാണ്. കാരണം അത്രമാത്രം വേദനകളും വിഷമങ്ങളും ചതിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്ത് നടക്കുന്ന ആളുകളുണ്ടാകും. അവരോട് നമുക്ക് നല്ല വെറുപ്പും വരും, സ്വാഭാവികമാണ്, മനുഷ്യനല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുകൊണ്ട് കുടുങ്ങുന്നതാരാ? നമ്മൾ തന്നെയാണ്. നമ്മളൊരാളോട് വെറുത്ത് ജീവിക്കുന്നത് കൊണ്ട് അയാൾ വഞ്ചിച്ചും ചതിച്ചൊക്കെ ജീവിക്കുകയാണ്, അയാൾ അങ്ങനെ ജീവിക്കണം. പക്ഷെ അയാളെ വെറുത്തത് കൊണ്ട് കേടുവരുന്നത് നമുക്ക് തന്നെയാണ്. നമുക്ക് ഫോർഗീവ്നെസ് ചെയ്ത് കൊടുത്താൽ അതുകൊണ്ട് നഷ്ടമൊന്നും നമുക്ക് വരാനില്ല. വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തെന്ന് കരുതി നഷ്ടമൊന്നും വരാനില്ല. അതിനുള്ള നല്ല ഏക പോംവഴി എന്താണ്? ഒരു ഫോർമുല. നമുക്ക് വെറുപ്പുള്ള ആളുകളെ പേരൊക്കെ ഒരു കടലാസിൽ ഇങ്ങനെ എഴുതുക. നിങ്ങൾ ഒറ്റക്കാണ്, ആരും അറിയണില്ലല്ലോ. നിങ്ങൾക്ക് ആരോടൊക്കെ വെറുപ്പുണ്ടോ, നിങ്ങൾ ആരൊക്കെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ആരൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ, മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങളെ പണം സമ്പാദിച്ചതൊക്കെ ചതിച്ച് കൊണ്ടുപോയിട്ടുണ്ടോ, ഇങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് കടുത്ത വെറുപ്പ് വരും. വാട്ട് യു വാണ്ട്? എടുക്കുക ഒരു പേപ്പർ, എന്നിട്ട് ആ പേപ്പറിൽ ആ വെറുപ്പുള്ള ആളുകളെ, നമ്മെ ദ്രോഹിച്ചവരുടെ പേരൊക്കെ എഴുതി വെക്കുക. ചിലപ്പോൾ നമ്മളെ കുടുംബങ്ങളാകാം, ബന്ധപ്പെട്ടവരാകാം, എല്ലാവരെയും പേരിങ്ങനെ വഴിക്ക് വഴി 1 2 3 എന്ന് പറഞ്ഞ നമ്പർ ഇട്ടിട്ട് ലൈനായിട്ട് എഴുതുക. നല്ല കൃത്യമായിട്ട് എഴുതണം. എഴുതി കഴിഞ്ഞ ശേഷം അതിങ്ങനെ വായിക്കണം ഒരു 3 പ്രാവശ്യം. ഇതൊരു സൈക്കോളജിക്കൽ ഇവൻ്റാണ്. നമ്മളെ മൈൻഡിലേക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ ഓരോരുത്തരെ വായിച്ചിട്ട് അവൻ ചെയ്ത അക്രമങ്ങളും വിഷമങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കണം. അടുത്തത് വായിച്ചിട്ട് അവൻ നമ്മളോട് ചെയ്ത വിഷമങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർക്കണം. അങ്ങനെ ഓരോരുത്തരും ചെയ്തു കൂട്ടിയ നമ്മോട് ചെയ്ത കടും കൈകൾ, അപകടങ്ങൾ, വിഷമങ്ങൾ എല്ലാം നമ്മളിങ്ങനെ വായിച്ചിട്ട് ഓർക്കുക. ഒരു 3 തവണ അതിങ്ങനെ വായിക്കുക. വായിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ കണ്ണാടിയിലേക്ക് നോക്കുക. മിററിൻ്റെ മുന്നിൽ നോക്കിയിട്ട്, ഞാൻ ഈ വായിച്ച പേരൊക്കെ എന്നെ ദ്രോഹിച്ചവരാണ്, പക്ഷെ ഈ ദ്രോഹിച്ചെന്ന് കരുതിയിട്ട് ഞാൻ അവരെ വെറുത്ത് നടന്നുകൊണ്ട് നിനക്കെന്താ കാര്യം എന്ന് കണ്ണാടിയുടെ മുഖത്തിൽ നിന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. നീ വെറുത്തെന്ന് കരുതിയിട്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും വരാനില്ല. നീ വെറുക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി നീ വെറുത്തിട്ട് വിഷം കഴിക്കുകയാണ്. എൻ്റെ ബോഡി തന്നെ നീ കേടെടുത്തുകയാണ്. നിനക്ക് ടെൻഷൻ വരികയാണ്. നിനക്കതുവഴി എൻ്റെ മൈൻഡിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ വരികയാണ്. അതുകൊണ്ട് എനിക്കതുകൊണ്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കടലാസിൻ്റെ എടുത്തിട്ട് നല്ലോണം ഇങ്ങനെ കീറുക. ഫുള്ള് കീറുക. ഇതെനിക്ക് വേണ്ട, ഇനി ഞാൻ ഇവർക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കടലാസ് ഇങ്ങനെ ഒരു പോട് വട്ടം കീറുക. ഇനി ഈ പേരുകളൊന്നും എൻ്റെ മൈൻഡിലേക്ക് വരാനേ പാടില്ല. ഞാൻ ഇവർക്കൊക്കെ മറന്നിട്ടുണ്ട്, ഇവർക്കൊക്കെ ഞാൻ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തു എന്നും പറഞ്ഞിട്ട് ആ കടലാസുകളൊക്കെ കംപ്ലീറ്റ് കീറി ഒരു കച്ചറയിലേക്ക് അങ്ങിടുക. അതിൽ നമുക്ക് നല്ലൊരു മാനസികമായ ഒരു ഉന്മേഷം കിട്ടും, ഒരു ഹാപ്പിനെസ് ഉണ്ടാകും. എൻ്റെ മനസ്സ് ഫ്രീ ആയി, ഞാൻ ആരോടും വെറുപ്പില്ല, എനിക്ക് ആരോടും കറയില്ല, എന്നോട് ചെയ്തവർക്കൊക്കെ ഞാനിതാ പുറത്തു കൊടുക്കുന്നു.
റസൂലുള്ളാഹിനെ തായിഫിൽ നിന്ന് കല്ലെറിഞ്ഞപ്പോഴും കാലിലൂടെ രക്തം ഒഴുകിയപ്പോഴും റസൂലുള്ള എന്താ, ഫോർഗീവ്നെസ് ബെറ്റർ യുവർ ലൈഫ്. എൻ്റെ ഈ ലൈഫിന് ഏറ്റവും ബെറ്ററാണ് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. ഒരാൾക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു, ജ്യേഷ്ഠൻ അനിയനല്ല, അനിയൻ ജ്യേഷ്ഠൻക്ക് വിട്ടുവീഴ്ച ചെയ്ത് അങ്ങോട്ട് ചെന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ പുറത്ത് കൊടുക്കുന്നതിൽ ആ പുറത്ത് കൊടുത്തവരാണ് ഉയരുന്നത്, അവർ പൊന്തുകയാണ്, അവരാണ് ഏറ്റവും ബെറ്റർ. അല്ല ഞാൻ താഴ്ന്നുവോ, അവരിടയിൽ താഴ്ന്നു പോവുമോ, വിഷമിച്ചു പോവുമോ, അങ്ങനെ ചിന്തിക്കരുത്. ആരാണോ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നത് അവരാണ് ഉന്നതന്മാർ, അവരാണ് മനസ്സ് നല്ല വിശാലത ഉള്ളവർ. അപ്പോൾ അവർക്ക് അല്ലാഹു തആല വലിയ ബർക്കത്തും നിഅമത്തും ഒക്കെ നൽകും. അതുകൊണ്ട് ആരെയും വെറുക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മെ ഒരുപാട് ആളുകൾ ഗുണം ചെയ്തിട്ടുണ്ടാകും, ഒരു രൂപ കൊണ്ടെങ്കിലും സഹായിച്ചവരുണ്ടാകും, അവരെയും നമ്മൾ എപ്പോഴും ഓർക്കണം, അത് എഴുതി വെക്കണം. എന്നിട്ട് അത് നല്ല ഉഷാറായിട്ട് കടലാസിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം. എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. നമുക്ക് ജോലി മേടിച്ചു തന്നവർ, നമുക്ക് നല്ല വാക്കുകൾ പറഞ്ഞവർ, നമ്മൾ പ്രോത്സാഹിപ്പിച്ചവർ, നമ്മെ ജീവിക്കാൻ വേണ്ടി നല്ല കരുത്ത് നൽകിയവർ, സാമ്പത്തികമായി സഹായിച്ചവർ, പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടെ നിന്നവർ, ഇങ്ങനെ നമ്മെ സഹകരിച്ച ആളുകളുണ്ട്. അവരെ നമ്മളിങ്ങനെ എപ്പോഴും ഓർക്കണം, അവരെ മറക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യുക. ഇത് രണ്ടും റബ്ബ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മനസ്സിൻ്റെ വിശാലതയും അല്ലാഹു കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ജീവിതത്തിൽ ബർക്കത്ത് വരും, ജോലിയിൽ റാഹത്തുണ്ടാകും, എല്ലാ നിലയിലും ഉന്മേഷവും ആവേശവും ഹാപ്പിനെസ്സും നിലനിൽക്കും. അതുവഴി നമുക്കൊരുപാട് രോഗങ്ങൾ ഇല്ലാണ്ടായിത്തീരും, ഒരുപാട് മെഡിസിൻ കഴിക്കുന്നത് ഒഴിവായിത്തീരും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് ഉറപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.